തസ്കിയ 175. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ അംബിയാഇ വഅശ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീൻ. അമ്മാ ബഅദു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റയുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇന്നത്തെ തസ്കിയ ക്ലാസ്സിൽ പറയുന്നത്. അൻപത്തിമൂന്ന് വർഷക്കാലം മക്കയിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചു. 10 വർഷം മദീനയിലും 40 വർഷം പ്രവാചകത്വത്തിന് മുമ്പ് 40ാമത്തെ വയസ്സിൽ പ്രവാചകത്വം ലഭിച്ച ശേഷം 3 വർഷക്കാലം രഹസ്യമായി മതപ്രബോധനം. 4ാമത്തെ വർഷം മുതൽ പരസ്യമായി തന്നെ പ്രബോധനം ആരംഭിച്ചു. ജനങ്ങൾ സമ്മേളിക്കുന്ന സ്ഥലങ്ങളിൽ ചെന്നുകൊണ്ട് അവരെ കാത്തിരിക്കുന്ന നരകശിക്ഷയെക്കുറിച്ച് അവർക്ക് മുന്നറിയിപ്പ് നൽകി. ഓരോ വർഷവും ഹജ്ജ് സീസണിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഹാജിമാരെ ഇസ്ലാമിക സന്ദേശം എത്തിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. അങ്ങനെ നബുവത്തിൻ്റെ 11ാമത്തെ വർഷം മദീനയിൽ നിന്ന് വന്ന ഖസ്റജ് വംശത്തിലെ ഗോത്രത്തിലെ ഹാജിമാരിൽ 6 ആളുകൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടു. അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും അവർക്ക് വിശുദ്ധ ഖുർആൻ ഓതിക്കൊടുക്കുകയും ചെയ്തപ്പോൾ അവർ തമ്മിൽ ഒരു പ്രതികരണമുണ്ടായി. അവർ പരസ്പരം പറഞ്ഞു, ജൂതന്മാർ നമ്മെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്ന ആ നബി തന്നെയാണ് ഇത്. ജൂതന്മാർ ആ നബിയിൽ വിശ്വസിക്കും മുമ്പ് നമുക്ക് വിശ്വസിക്കണം എന്നു പറഞ്ഞുകൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശ്വസിക്കാൻ അവർ തയ്യാറായി. മദീനയിലുണ്ടായിരുന്ന ജൂതന്മാർ അവിടുത്തെ അറബ് വംശജരാകുന്ന ഔസ് ഖസ്റജിനെ ഭയപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അവർ പറഞ്ഞത്, ഒരു നബി വരാനുണ്ട്, ആ നബി ആഗതമാകാൻ അല്പകാലവും കൂടി കാത്തിരുന്നാൽ മതി. ആ പ്രവാചകൻ വന്നാൽ ആ പ്രവാചകൻ്റെ കൂടെ ഞങ്ങൾ ചേർന്ന് നിങ്ങളെ നാം വകവരുത്തും എന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അതിനെക്കുറിച്ചാണ് ഈ മദീനയിൽ നിന്ന് വന്ന ഹാജിമാർ പരസ്പരം പറഞ്ഞത്. അങ്ങനെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി അവർ സംസാരിച്ചു. അവർ ഇസ്ലാം സ്വീകരിച്ചു. മദീനയിലേക്ക് തിരിച്ചുപോയി സ്വന്തം ജനങ്ങളിലേക്ക് ഇസ്ലാമിൻ്റെ ആശയങ്ങൾ അവർ പ്രബോധിക്കാൻ തുടങ്ങി. അടുത്ത വർഷം വരാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. അങ്ങനെ നബുവത്തിൻ്റെ 12ാമത്തെ വർഷം അഥവാ തൊട്ടടുത്ത വർഷം ആയപ്പോഴേക്ക് മദീനയിൽ ഇസ്ലാം ഏകദേശം പ്രചരിച്ചു തുടങ്ങിയിരുന്നു. മദീനക്കാരുടെ വീടുകളിലൊക്കെയും ഇസ്ലാമിനെക്കുറിച്ചുള്ള ചർച്ചകളായി. അങ്ങനെ നബുവത്തിൻ്റെ 12ാം വർഷം വന്നപ്പോൾ ഹജ്ജ് സീസണിൽ 12 മദീനക്കാരായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടു ബൈഅത്ത് ചെയ്തു. 10 പേർ ഖസ്റജികളും 2 പേർ ഔസുകാരുമായിരുന്നു. അക്കബയുടെ സമീപത്ത് വെച്ച് അവർ ബൈഅത്ത് ചെയ്തത്, അള്ളാഹുവിൻ ഞങ്ങൾ ആരെയും ശിർക്ക് ചെയ്യുകയില്ല, കളവും വ്യഭിചാരവും നടത്തുകയില്ല, സ്വന്തം സന്താനങ്ങളെ കൊല്ലുകയില്ല, തെറ്റായ കാര്യങ്ങളൊന്നും ചെയ്യുകയില്ല, നല്ല കാര്യങ്ങളിലൊന്നും തന്നെ ഞങ്ങൾ നിങ്ങൾക്ക് എതിരാവുകയുമില്ല എന്ന ഖരാർ അവർ ചെയ്തു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറഞ്ഞു, ഈ കരാറുകൾ നിങ്ങൾ പൂർത്തിയാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട്, ഇല്ലെങ്കിൽ
ഈ കാര്യം അള്ളാഹുവിലേക്ക് വിടുകയാണ്. അള്ളാഹു ഒന്നുകിൽ പുറത്തു തന്നേക്കാം, അല്ലെങ്കിൽ ശിക്ഷിക്കും. അങ്ങനെ ആ വർഷം ഹജ്ജ് കഴിഞ്ഞ് ഈ 12 പേർ തിരിച്ചു പോകുമ്പോൾ മഹാനായ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു തആല അൻഹുവിനെയും കൂടി അവരോടൊപ്പം മദീനയിലേക്ക് പരിശുദ്ധ ഖുർആൻ ഓതി കേൾപ്പിച്ചു കൊടുക്കാനും ഇസ്ലാമിൻ്റെ ആദർശങ്ങൾ പഠിപ്പിക്കാനും പറഞ്ഞയച്ചു. മദീനയിലെ പ്രമുഖനാകുന്ന അസ്അദ് ബിൻ സുറാറ റളിയല്ലാഹു തആല അൻഹു ഒന്നിച്ചായിരുന്നു മുസ്അബ് റളിയല്ലാഹു അൻഹുവിൻ്റെ താമസം. ഈ 2 മഹാന്മാർ വിശുദ്ധ ഇസ്ലാമിൻ്റെ സന്ദേശവാഹകരായി മദീനയിലാകെ ഊരു ചുറ്റി കറങ്ങി നടന്നു. അവർ മുഖേന മദീനയിലെ പ്രമുഖരാകുന്ന 2 പേർ സഅദ് ബിൻ മുആദും ഉസൈദ് ബിൻ ഹുളൈറും റളിയല്ലാഹു തആല ഇസ്ലാം സ്വീകരിച്ചു. അവർ ഇസ്ലാം സ്വീകരിച്ചതോടുകൂടെ ഒരൊറ്റ ദിവസം കൊണ്ട് ആ 2 മഹാന്മാർ നേതൃത്വം നൽകിയ ഗോത്രത്തിലെ മുഴുവൻ ആളുകളും ഇസ്ലാമിലേക്ക് വരികയുണ്ടായി. അങ്ങനെ വിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രഭ മദീനയിലെങ്ങും പ്രകാശിക്കാൻ തുടങ്ങി. മദീനക്കാർക്ക് ഇസ്ലാമിനെക്കുറിച്ച് മാത്രമേ പറയാനുള്ളൂ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വങ്ങളെ പറയാനുള്ളൂ. 53 വർഷക്കാലം മക്കയിൽ താമസിച്ചിട്ട് തൻ്റെ ഊരും പേരും എല്ലാം അറിയുന്ന ജനങ്ങളിൽ നിന്നും ലഭിക്കാത്ത വലിയ വലിയ സ്നേഹാദരവുകൾ ആ കാണാത്ത കേൾക്കാത്ത നബിത്തങ്ങളെ നേരിട്ട് കാണുകയും കേൾക്കുകയും ചെയ്യാത്ത മദീനക്കാരായ നിവാസികളുടെ മനസ്സിൽ നാമ്പിടുകയാണ്. അങ്ങനെയാണ് സത്യത്തിൽ ഹിജ്റയുടെ പ്രാരംഭഘട്ടം ഒരുങ്ങുന്നത്.